കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. സന്തതി ഉണ്ടാകാതിരിക്കാൻ ജ്യോതിഷപരമായ കാരണങ്ങൾ എന്തെല്ലാം? അതിന് പ്രതിവിധികളുണ്ടോ? ദമ്പതികളുടെ ശാരീരിക ദോഷങ്ങൾ കൊണ്ട് സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സാധ്യതയുണ്ട്. ദമ്പതികളുടെ ശാരീരിക ദോഷങ്ങൾ ചിലപ്പോൾ സന്തതികൾ ഉണ്ടാകാതെ വൈകല്യങ്ങൾക്ക് സാധ്യത വരാറുണ്ട്. ജ്യോതിഷത്തിൽ അതൊരു പ്രധാന വിഷയം തന്നെയാണ്. പിന്നെ രണ്ടുപേരുടെയും പൊരുത്തത്തിൽ ഗ്രഹങ്ങളുടെ ചേർച്ചക്കുറവുകൾ മൂലം അവരുടെ മുൻജന്മ പാപം കൊണ്ടും സന്തതികൾ ഉണ്ടാകാതിരിക്കാം. ശാപം, ആഭിചാരാദികൾ ഇവ കൊണ്ട് സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കാം. ശാപം എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുണ്ട്. പിതൃശാപം, സർപ്പശാപം, മാതൃശാപം, ഭ്രാതൃശാപം, ഗുരുശാപം, ദേവശാപം, വീടിന്റെ അതൊരു പ്രധാന ഘടകം തന്നെയാണ്. പലരും എന്ത് ചെയ്തിട്ടും സന്തതി ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം വാസ്തുദോഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബാലന്മാരെ ഉപദ്രവിക്കല്, കഴിഞ്ഞ ജന്മത്തിലോ അതിനു മുൻപോ ബാലന്മാരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് സന്തതി ദോഷം. അതാണ് മുൻജന്മ പാപം എന്ന് പറഞ്ഞത്. മുതിർന്നവരുടെയും ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹങ്ങളൊക്കെ മേടിക്കുക. മുതിർന്നവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സന്തതികൾ ഉണ്ടാകും. മുതിർന്നവരുടെ മുതുമുത്തച്ഛന്മാരുടെയും അമ്മയുടെയും അച്ഛൻ്റെയും ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സന്തതികൾ ഉണ്ടാകും. ജ്യോതിഷപ്രകാരം വ്യാഴത്തിന് തൃപ്തിപ്പെടുത്തുന്നത് സന്താനലബ്ധിക്ക് ഉത്തമമാണ്. വ്യാഴം അശുഭനാണെങ്കിൽ, വ്യാഴം നമ്മുടെ ജാതകത്തിൽ ദുർബലനാണെങ്കിൽ, ഉച്ചത്തിലാണ് വ്യാഴമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സന്തതികൾ ഉണ്ടാവാൻ ചിലപ്പോൾ താമസം വരാം. വ്യാഴപ്രീതിക്ക് ബൃഹസ്പതി യന്ത്രം ധരിക്കുകയും ബൃഹസ്പതി പൂജ ചെയ്യുകയും നവഗ്രഹങ്ങളിൽ ബൃഹസ്പതിക്ക് വഴിപാടുകൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് സന്താനോൽപാദനത്തിനും സന്താനങ്ങൾക്കും നല്ലതാണ്. വ്യാഴാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുക, സന്താനഗോപാലം നെയ്യ് സേവിക്കുക, സന്താനഗോപാലം പൂജ കഴിച്ച് സന്താനഗോപാലം നെയ്യ് സേവിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് സന്താനങ്ങൾ ഉണ്ടാകാം. മാത്രമല്ല, ഇതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വിദഗ്ധ വൈദ്യ ചികിത്സയും കൂടി ആയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് പരിഹാരം ലഭിക്കും. ചികിത്സ മാത്രമായാൽ ചിലപ്പോൾ കിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു പരിഹാരങ്ങളും കൂടെ ജ്യോതിഷത്തിലും ജാതകത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള തടസ്സങ്ങൾക്കും കൂടെ പരിഹാരങ്ങൾ ചെയ്ത് വിദഗ്ധ ചികിത്സയും കൂടി ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് സന്തതിക്ക് ഒരു പരിഹാരം ഉണ്ടാവും. അപ്പോൾ സന്തതി ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിന് നമ്മൾ തക്കതായ പരിഹാരങ്ങൾ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും സന്തതി ഭാഗ്യം ഉണ്ടാകും.